Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon. ശബ്ദത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇപ്പൊ ഒന്നും വരുന്നില്ലല്ലോ. ഇല്ല. ഓക്കെ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പോയല്ലേ? അല്ല, ഇലക്ട്രിസിറ്റി പോയതാ. എന്താ? 2-3 തവണയായിട്ട് ഇലക്ട്രിസിറ്റി പോകുന്നുണ്ട്. മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിന് പോലെ ഇലക്ട്രിസിറ്റി പോയി. അതെ അല്ലേ, ഞാൻ ആദ്യം കണ്ടു പിന്നെ കണ്ടില്ല. ഉറക്കം പറ്റുമെന്ന് പറഞ്ഞല്ലോ. അല്ലല്ല, ഇങ്ങനെ വന്നു. മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോയി. അതല്ലേ, ഓക്കെ. ഉറക്കം വരുന്ന ചാപ്റ്റേഴ്സ് ആണോ എല്ലാരും, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാത്രമാണോ? ഉറക്കം വരുന്നതിന് ഏത് ക്ലാസ് ആണെന്നൊന്നുമില്ല, സമയമാണ് പ്രശ്നം. ടൈം ആണല്ലേ, 2:30 ശേഷമല്ലേ, 1:30 ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ തോന്നും അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ കയറിയത് ആണോ? അതെ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ ആണ് പറഞ്ഞത്. അതിന്റെ പോയിന്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വായിച്ചു നോക്കിയല്ലോ, കിട്ടുന്നില്ലേ? യെസ്. ഇനി നെക്സ്റ്റ് വൺ സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് ആണ് കേട്ടോ. മാർക്കറ്റിംഗ് ഗോൾസ് എങ്ങനെയാണ്, ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Set truthful and measurable aims to achieve over the next 18 to 24 months due to the swift change happening in the healthcare environment. We don't suggest planning specific activities more than 2 years in advance. അതായത് നമ്മള് ഒരു എയിംസ് അല്ലെങ്കിൽ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് 18 തുടങ്ങി 24 മാസം വരെയുള്ള പ്ലാനുകളാണ്, അതായത് കൂടിപ്പോയാൽ 2 വർഷം വരെയുള്ള പ്ലാനുകളാണ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്, നമ്മുടെ ഹോസ്പിറ്റലുകളുടെ എന്താ പറയാ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അതിന്റെ കണ്ടീഷൻ, ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് പ്ലാനുകളിൽ മാറ്റം വരാം. അതുകൊണ്ട് തന്നെ 2 വർഷത്തിൽ കൂടുതലുള്ള പ്ലാനുകൾ എന്ത് ചെയ്യരുത്, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കരുത്. ഏറിപ്പോയാൽ 2 വർഷം, അതിൽ കൂടുതൽ മോർ ദാൻ 2 ഇയേഴ്സ്, അതിൽ കൂടുതലുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ സെറ്റ് ചെയ്യരുതെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, expand the number of new patients seen in the practice by 5% within the first 6 months and 10% by the end of the first year. അതായത് ആദ്യ 6 മാസത്തിനുള്ളിൽ രോഗികളുടെ എണ്ണം 5% വർദ്ധിപ്പിക്കുകയും വർഷാവസാനത്തോടെ അത് 10% ഉയർത്തുകയും ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി കഴിഞ്ഞിട്ട് അതിന്റെ 6 മാസത്തിനുള്ളില് പുതിയ രോഗികളുടെ എണ്ണം 5% വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ വർഷാവസാനത്തിനുള്ളില് അത് 10% ഉയർത്തുകയും വേണം. ഇനി രണ്ടാമത്തെ പോയിന്റ്, expand your gross revenue by 30% within 24 months. 24 മാസത്തിനുള്ളിൽ, അതായത് 2 വർഷത്തിനുള്ളിൽ റവന്യൂ എന്ന് പറയുന്നത് 30% ഉയർത്തണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു കണക്ക് എന്താണ് പറഞ്ഞത്? ആദ്യം 6 മാസത്തിനുള്ളിൽ പുതിയ രോഗികളുടെ എണ്ണം 5% ഉയർത്തുകയും
വർഷാവസാനത്തോടെ അത് 10% ഉയർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇൻകം അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് 24 മാസത്തിനുള്ളിൽ 30% ആക്കി തീർക്കണം. ക്ലിയർ ആണോ? യെസ്. The next one, conduct market research. ഈ മാർക്കറ്റ് റിസർച്ച് നടത്തേണ്ട ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ വിപണിയെ കുറിച്ച് ഗവേഷണം നടത്തേണ്ട ആവശ്യകത എന്താണെന്നാണ് പറയുന്നത്. അതിൽ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. Market research is the process of systematically collecting, recording and examining data and information. മാർക്കറ്റിംഗ് റിസർച്ച് എന്നത് വിവരങ്ങൾ ക്രമമായി ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും പരിശോധിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ മാർക്കറ്റിംഗ് റിസർച്ച് എന്താണ്? മാർക്കറ്റിംഗ് റിസർച്ച് എന്നത് വിവരങ്ങള് ക്രമമായി ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും പരിശോധിക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും? വിവരങ്ങൾ കളക്ട് ചെയ്യും, എന്നിട്ട് അത് രേഖപ്പെടുത്തുന്നു, അതുപോലെ തന്നെ പരിശോധിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. Then next, about customers, competitors and market, it can be used to decide which portion of the population will buy a product or service based on variables such as age, gender, location and income level. Okay, അടുത്തതാണ് പറയുന്നത്, അതായത് ഉപഭോക്താക്കളെ, അതായത് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ മത്സരക്കാരെ, മറ്റുള്ള കോമ്പറ്റീറ്റീവ്സിനെ, വിപണിയെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണിത് ഈ മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കമ്പനി ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടാണ്, അല്ലെ? അതുപോലെ തന്നെ നമ്മൾക്ക് എതിരാളികളായിട്ട് നിൽക്കുന്ന, നമ്മളോട് മത്സരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, എങ്ങനെയാണ് മാർക്കറ്റിൽ അവരുടെ വാല്യൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പഠിച്ചെടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസൈഡ് വിച്ച് പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ will buy a product or service based on variables such as age, gender, location and income level. പോപ്പുലേഷനിലെ ഏത് വിഭാഗം ആളുകളാണ് ഇത് വാങ്ങും എന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. അതായത് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് മൊത്തം ജനസംഖ്യയിൽ അല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ശതമാനം ആളുകൾ വാങ്ങുമെന്ന് എന്ത് ചെയ്യണം? ആദ്യം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് പ്രധാനമായിട്ട് നിർണ്ണയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓരോരുത്തരുടെയും ഏജിന്റെ അടിസ്ഥാനത്തില്, ജെൻഡറിന്റെ അടിസ്ഥാനത്തില്, പ്ലേസിന്റെ അടിസ്ഥാനത്തില്, അതുപോലെ തന്നെ എന്താ പറയാ, ഒരു കുറേയധികം കാര്യങ്ങൾ ഇവിടെ പറയും. ഇൻകം ലെവൽ, അതായത് ലൊക്കേഷൻ, ഇൻകം ലെവൽ, ലൊക്കേഷൻ പറഞ്ഞു, പ്ലേസ്, അതായത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? നമ്മളിത് കണ്ടെത്തണം. ഓക്കെ, ഇപ്പൊ ഒരു 100 പേരുണ്ടെങ്കിൽ, ഓക്കെ, ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കുക, മൊത്തം ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 100 പേരാണെന്ന് വിചാരിക്കുക. ആ 100 പേരില്, ആ 100ല് എത്ര ആളുകളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വാങ്ങുന്നത്? അതിനകത്ത് ചിലപ്പോ വയസ്സായിട്ടുള്ള ആളുകൾ ഉണ്ടാകാം, കുട്ടികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ടീനേജ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം, കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. അപ്പോ ആർക്കാണോ ഈ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ആവശ്യം, അവരെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കണ്ടെത്തേണ്ടത്. പിന്നെ അതിനകത്ത് തന്നെ നമുക്കറിയാം, എന്താ പറയാ, ജെൻഡർ, അതായത് ചില പ്രൊഡക്റ്റുകൾ സ്ത്രീകൾക്ക് ആവശ്യമായിട്ട് വരും, അത് ചിലപ്പോൾ പുരുഷന്മാർ ഉപയോഗിക്കണം എന്നുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ, സാരി എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ ഒരു കമ്പനി സാരി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാല് അത് പുരുഷന്മാർ ചിലപ്പോൾ വാങ്ങിക്കണം എന്നില്ല, ചിലപ്പോൾ അവരുടെ വൈഫ്മാർക്ക് വേണ്ടി വാങ്ങിച്ചതിരിക്കും. പക്ഷെ എപ്പോഴും സ്ത്രീകളെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് എന്താക്കുന്നത്? സാരികൾ ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ചില പ്രൊഡക്റ്റുകൾ സ്ത്രീകൾക്കും ആവശ്യം ആവണമെന്നില്ല. അവർ വന്ന ഷർട്ടുകള്, കാര്യങ്ങൾ ഇതൊന്നും എന്ത് ചെയ്യേണ്ട? സ്ത്രീകൾക്ക് ആവശ്യം വരില്ല. അപ്പോ ഇത്തരത്തില് ജെൻഡറിനെയും ഏജിനെയും അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യുന്നുണ്ട്?
നമ്മളൊരു പ്രൊഡക്റ്റിന്റെ റിസർച്ച് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എത്ര തോതിൽ വിറ്റഴിക്കുമെന്ന് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ, അതായത് പ്ലേസ്. നമുക്കറിയാം ചില പ്രദേശങ്ങളിൽ ചില പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ ഡിമാൻഡ് വരും, ചില പ്രദേശങ്ങളിലാണെങ്കിൽ ചില പ്രൊഡക്റ്റുകൾക്ക് കുറവ് ഡിമാൻഡ് ആയിരിക്കും വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഗോതമ്പിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഗോതമ്പിന് ഡിമാൻഡ് ഉള്ളത്? പക്ഷെ നമ്മുടെ ഇവിടെ ആണെങ്കിലോ ഗോതമ്പിനാണോ അരിക്കാണോ ഡിമാൻഡ് ഉള്ളത്? എന്തിനാണ്? പറയൂ, കമന്റ് ചെയ്തേ. നമ്മുടെ ഇവിടെ ഗോതമ്പിനാണോ അരിക്കാണോ ഇമ്പോർട്ടൻസ് ഉള്ളത്? അരിക്കാണ്. കാരണം എല്ലാവരും തന്നെ റൈസ് അല്ലെങ്കിൽ അരി ആഹാരമാണ് കഴിക്കുന്നത് അല്ലെ. പക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ അവർ ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അല്ലെ. അപ്പോ പ്രദേശങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോ രണ്ടുണ്ട് മാം, ശരിയാണ് രണ്ടുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു, നമ്മൾ സദ്യയല്ലേ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചോറല്ലേ ആളുകൾക്ക് കൊടുക്കുക, ആണോ? അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. രണ്ടും ഉണ്ട്, ശരിയാണ്. പക്ഷെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഒരു പ്രദേശത്തെ അനുസരിച്ച് ഒരു ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്റ്റ് എങ്ങനെ വിറ്റഴിക്കണം, എവിടെയാണ് വിറ്റഴിക്കേണ്ടതെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻകം ലെവല് 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ 20 ആളുകളായിരിക്കും നല്ല രീതിയിൽ ഇൻകം ഉണ്ടാവുക, വരുമാനം ഉണ്ടാവുക. ബാക്കി 80 പേര് സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ ഈ 20 പേർക്കാണ് ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കുന്നതെങ്കിൽ അവരെയാണ് എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യുക മാർക്കറ്റില്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് മാർക്കറ്റിലെ പല കാര്യങ്ങളും, അതായത് വിപണിയെ കുറിച്ചറിയാം, മാർക്കറ്റിനെ കുറിച്ചറിയാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുക, അത് പരിശോധിക്കുക എന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർക്കറ്റിംഗ് റിസർച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ച് ഈസ് നോർമലി പ്രൈമറി ഓർ സെക്കൻഡറി. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് സാധാരണയായിട്ട് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി എന്ന് തരംതിരിക്കാം, സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് എന്ന് തരംതിരിക്കാം. അതില് എന്താണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ച് എന്ന് നമുക്ക് നോക്കാം. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് ലൈക്ക് സർവേസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ് ഓർ ഒബ്സർവേഷൻ. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ സർവേയിലൂടെ കുറേയധികം കാര്യങ്ങൾ കണ്ടെത്തുന്നു. അതായത് നമ്മളുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? നമ്മളൊരു സർവേ നടത്തുന്നു. അതിലൂടെ കുറേയധികം വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് ആളുകൾക്ക് ഇത് ഇഷ്ടമായോ, എത്രമാത്രമാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്, അതിന്റെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? സർവേയിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഓക്കെ, എന്താണ് സർവേ? ഇടക്ക് കട്ടായല്ലേ? ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ, ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ ഫീൽഡ് ടെസ്റ്റുകൾ ഉണ്ട്. അതായത് നമ്മളിപ്പോ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലത്തും പോയിട്ട് ഓരോരുത്തർ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് എങ്ങനെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂസ് ഓർ ഒബ്സർവേഷൻ, അതായത് ഓരോ ആളുകളെയും ഇന്റർവ്യൂ ചെയ്യുന്നതിലൂടെ, ഓരോ ആളുകളെ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇത് എങ്ങനെയാണ്, ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ്, അതിന്റെ ഫീഡ്ബാക്ക് വരുന്നത്, അതിന്റെ റിസർച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് പ്രൈമറി റിസർച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രൈമറി റിസർച്ചിന് ഉദാഹരണമാണ് സർവേസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻ. ഇനി അടുത്തത് സെക്കൻഡറി മാർക്കറ്റിംഗ് ആണ്. ആദ്യം നമ്മൾ പറഞ്ഞു പ്രൈമറി മാർക്കറ്റ് റിസർച്ച് അല്ലെ. രണ്ടാമത്തേതാണ് സെക്കൻഡറി മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഉൾപ്പെടുന്നത് സെക്കൻഡറി മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് രീതിയിലൂടെയാണ് ഇതിൽ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതും ശേഖരിക്കുന്നതും. എന്താണ് സെക്കൻഡറി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല്? അതായത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഒരു വിപണി അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായി ചെറിയ ഒരു പ്രദേശത്തോ ചെറിയ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളിലോ പരീക്ഷിച്ച് നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു വിപണി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു വിപണിയിൽ നമ്മൾ ഒരു മാർക്കറ്റിൽ നമ്മൾ മൊത്തമേ എന്ത് ചെയ്തിട്ടില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല.
ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുമ്പായിട്ട് ആളുകളിൽ പരീക്ഷിച്ച് നോക്കുന്നു. അത് ചിലപ്പോൾ ഒരു ഏരിയയിലാകാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിലാകാം. അങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഇനി താഴേക്കുള്ളതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. അനലൈസ് ദ റിസർച്ചും അതുപോലെ ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസും ഡിറ്റർമൈൻ എ ബഡ്ജറ്റും. അതൊന്ന് വായിക്കുക, അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വായിച്ചു കഴിഞ്ഞോ? Analyze the research. Examine the raw data we gathered and brief it into meaningful findings that will be the basis for deciding which marketing strategies make the most sense and will get the best result for your practice. അതായത് കമ്പനി അല്ലെങ്കിൽ നാം ശേഖരിച്ച വിവരങ്ങൾ, റോ ഡാറ്റ, അതായത് കമ്പനി ശേഖരിക്കുന്ന റോ ഡാറ്റ പരിശോധിച്ച് അതിൽ നിന്ന് പ്രയോജനകരമായിട്ടുള്ള കണ്ടെത്തലുകൾ തയ്യാറാക്കണം. ഓക്കെ. റോ ഡാറ്റ എന്ത് ചെയ്യണം? കമ്പനികൾ കളക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് അത് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രയോജനകരമായിട്ടുള്ള കണ്ടെത്തലുകൾ തയ്യാറാക്കണം. ഈ കണ്ടെത്തലുകൾ ഏത് മാർക്കറ്റിംഗ് തന്ത്രമാണ് കൂടുതൽ ഫലപ്രദമെന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് വിപണിയില് അല്ലെങ്കിൽ മാർക്കറ്റിൽ സാധനം ഇറക്കി കഴിഞ്ഞാല് കുറേയധികം മാർക്കറ്റിംഗ് തന്ത്രങ്ങളുണ്ട്. ഓക്കെ. ആ തന്ത്രങ്ങൾ ഏതാണ് ആളുകളിലേക്ക് കൂടുതൽ എത്തുക എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാ? ഇത്തരത്തിൽ പൊതുവായിട്ട് വിവരങ്ങൾ ശേഖരിച്ച് അത് പരിശോധിച്ചു കഴിയുമ്പോഴാണ് ഏത് മാർക്കറ്റിംഗ് തന്ത്രമാണ് തങ്ങളുടെ പ്രൊഡക്റ്റിന് ഏറ്റവും മികച്ചതെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ്, the research will identify the requirements and needs of your current and potential patients and will help you explain your targeted audience. അതുപോലെ തന്നെ ഈ റിസർച്ച് നടത്തുമ്പോൾ, അതായത് റിസർച്ച് എന്ന് പറയുന്നത് നിലവിലെ രോഗികളെയും
ഫ്യൂച്ചറിൽ, അതായത് ഇപ്പൊ പ്രസന്റിലുള്ള പേഷ്യൻസ് എത്രയാണോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള പേഷ്യൻസ് എത്രയാണോ അവരുടെ ആവശ്യങ്ങൾ കണ്ടെത്താനായിട്ട് സഹായിക്കും. അപ്പൊ റിസർച്ച് നടത്തുന്നതിലൂടെ നമ്മളുടെ പ്രസന്റ് പേഷ്യൻസിനെയും ഫ്യൂച്ചർ പേഷ്യൻസിനെയും എന്ത് ചെയ്യാൻ സാധിക്കും, കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോ ഇത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് ഓരോ പേഷ്യൻസിന്റെയും ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എണ്ണം എത്രയാണ്, ഇനി ഭാവിയിൽ എത്ര വരാനായിട്ട് ചാൻസ് ഉണ്ട്, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങള് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങളെ തീരുമാനിക്കും. Then മൂന്നാമത്തെ പോയിന്റ്, this is also the right time to look back at the goals you have chosen. അതായത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവും. അതായത് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ കമ്പനി, അവര് സെറ്റ് ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, എയിംസ് ഉണ്ട്. അത് വീണ്ടും പരിശോധിക്കുന്നതാണ് എന്ത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോ ആദ്യം എന്ത് ചെയ്യുന്നു, റോ ഡാറ്റാസ് ഉപയോഗിച്ച് കുറേയധികം വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു, അത് പരിശോധിക്കുന്നു, കണ്ടെത്തലുകൾ നടത്തുന്നു, ഏത് മാർക്കറ്റിംഗ് തന്ത്രമാണ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിജയകരം എന്ന് തീരുമാനിക്കുന്നു. രണ്ടാമത്തേന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ നിലവിലെ രോഗികൾ എത്ര, ഭാവിയിൽ എത്ര രോഗികൾ ഉണ്ടാകും, ഇത് മനസ്സിലാക്കിയിട്ട് അവരവരുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു. മൂന്നാമത്തത്, അതായത് നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് വീണ്ടും പരിശോധിക്കാനുള്ള സമയമാണെന്ത് ഈ ഒരു മൂന്നാമത്തേതെന്ന് പറയുന്നത്. അതായത് വീണ്ടും പരിശോധിക്കുന്നു. ഇനി നാലാമത്തേത് നമുക്ക് നോക്കാം. Based on your research findings, you may need to change some of your goals. അതായത് മാർക്കറ്റ് റിസർച്ച് അനുസരിച്ച് എയിംസിൽ ചില മാറ്റങ്ങൾ വരാം. അതായത് നമ്മളൊരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് കുറേയധികം എന്ത് ചെയ്യാണ്, പ്ലാനുകളും എയിംസുകളും സെറ്റ് ചെയ്യാണ്. പക്ഷേ നമ്മൾ അതിനുശേഷം മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു. മാർക്കറ്റ് റിസർച്ചിന് ശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങളുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് എയിംസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. അപ്പോ മാർക്കറ്റ് റിസർച്ചിന് ശേഷം എന്ത് ചെയ്തു, ചില ലക്ഷ്യങ്ങളിൽ ചിലപ്പോൾ മാറ്റം വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, it helps to analyze some key questions. What are the similarities and the dissimilarities between your practice and your competitors? What makes you practice from your competitors? Is your location more desirable than your competitors? Do you promise a broader scope of services than the competition? Is there a service you provide that no one else in the community presently offers? അതായത് ഈ മാർക്കറ്റ് റിസർച്ച് നടത്തുന്നതിലൂടെ നമ്മൾക്ക് പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളും വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. ആ ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്ന് നോക്കാം. ആദ്യത്തേതാണ്, ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരാൾക്ക് ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കാം. എന്റെ സ്ഥാപനത്തിനും അതുപോലെ തന്നെ എന്റെ കോമ്പറ്റീറ്റർ, അതായത് എന്റെ എതിരാളികളായിട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങൾക്കും തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണ്? ഓക്കെ, സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും എന്തൊക്കെയാണ്? അപ്പൊ എനിക്കൊരു ഹോസ്പിറ്റൽ ഉണ്ട്, മറ്റു പല ആളുകൾക്കും ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ എന്റെ ഹോസ്പിറ്റലും അതുപോലെ അവരുടെ ഹോസ്പിറ്റലും തമ്മിലുള്ള വ്യത്യാസങ്ങളും സാമ്യങ്ങളും എന്താണ്? ഇത് മാർക്കറ്റ് റിസർച്ചിന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേതാണ്, എന്റെ സേവനം, അതായത് എനിക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ എന്റെ സേവനം മറ്റുള്ള ആളുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ചിലപ്പോൾ ഞാൻ കൂടുതലായിട്ട്, അതായത് മറ്റുള്ള ഹോസ്പിറ്റലുകളെക്കാളും കൂടുതലായിട്ടുള്ള സർവീസ് ഞാൻ കൊടുക്കുന്നുണ്ടാവാം, അല്ലെ? അതുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് എന്റെ സ്ഥാപനം വ്യത്യസ്തപ്പെടാൻ കാരണം. ഓക്കെ, പിന്നെ മൂന്നാമത്തേതാണ്, ലൊക്കേഷൻ കൂടുതൽ അനുയോജ്യമാണോ? അപ്പൊ ഞാനൊരു ഹോസ്പിറ്റലിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് ആളുകൾ വരുന്ന ഇടങ്ങളാണോ? ഓക്കെ, അതായത് നമുക്കറിയാം ആളുകൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാവുന്ന രീതിയിലാണ് ഹോസ്പിറ്റലുകൾ പണിയുക, അല്ലെ? ആണോ? അല്ലെങ്കിൽ കുഗ്രാമങ്ങളാണോ നമ്മൾ പണിയുന്ന ഹോസ്പിറ്റലുകളൊക്കെ? ഒരിക്കലും അല്ല, അല്ലെ? ആളുകൾക്ക് പെട്ടെന്ന് റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലുകൾ പണിയുക. അപ്പോ ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്താണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ നാലാമത്തേതാണ് കൂടുതൽ സേവനങ്ങൾ നൽകുന്നുണ്ടോ. ഹോസ്പിറ്റൽ ആയാലും കമ്പനി ആയാലും അവർ കൂടുതൽ സേവനങ്ങൾ നൽകുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. ദെൻ അഞ്ചാമത്തേതാണ് അതായത് സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ മറ്റാരും നൽകാത്ത സേവനം നൽകുന്നുണ്ടോ. ഇപ്പൊ എന്റെ ഹോസ്പിറ്റലിനെ ഞാൻ ഉയർത്തി കാണിക്കണമെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യാത്തതുമായിട്ടുള്ള കാര്യം ചെയ്താൽ മാത്രമാണ് എന്റെ ഹോസ്പിറ്റല് ഉയർന്നു നിൽക്കുക. അതായത് നമ്പർ 1 അല്ലെങ്കിൽ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുക അല്ലെ. അങ്ങനെയല്ലേ. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങള് വീട്ടില് ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോം ട്യൂഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ മാത്രം ധാരാളം കുട്ടികൾ വരുന്നു. എന്തുകൊണ്ടായിരിക്കാം? അഡ്മിഷന് വേണ്ടിയിട്ട് ധാരാളം കുട്ടികൾ വരുന്നു. എന്തുകൊണ്ടായിരിക്കാം വരുന്നേ? എല്ലാവരും ഉറങ്ങിപ്പോയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കാം വരുന്നേ? നിങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ട്യൂഷന് വേണ്ടി കുറെ ആളുകൾ വരികയാണ്. ആ ഗുഡ് ടീച്ചിങ്ങിന്, അതായത് മറ്റുള്ള ആളുകൾക്ക് നൽകാൻ പറ്റാത്ത എന്തോ ഒന്ന് നിങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതിപ്പോ ഏതൊരു പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മറ്റുള്ള പ്രൊഡക്റ്റുകൾക്ക് ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഏതാ? പറയൂ. സൺസ്ക്രീൻ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഏതാ? പറഞ്ഞേ, കമന്റ് ചെയ്തേ. ഒന്ന് നോക്കട്ടെ. എന്തുകൊണ്ടാ? വേണ്ട, പേര് പറയണ്ട. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ടല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നതാണോ? അല്ലെങ്കിൽ മാറ്റാറുണ്ടോ? ഇല്ല, മാറ്റാറില്ല. ഒന്നും പറയുന്നില്ല. അതായത് നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിനെ വെല്ലാനായിട്ട് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോ സൊസൈറ്റിയിലെ മറ്റ് ആരും നൽകാത്ത സേവനമാണോ അത് നിങ്ങൾക്ക് നൽകുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് റിസർച്ചിന്റെ ഭാഗമായിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. അതായത് നമ്മള് ടാർഗറ്റ് ആയിട്ടുള്ള, അതായത് ഓഡിയൻസിനെ തിരിച്ചറിയുക, സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് കേട്ടോ. And the first point, target audience might consist of patients of a certain age, gender, location, payer type, or patients with a certain clinical requirements. അതായത് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് അതിൽ ചില ആളുകൾ ഉൾപ്പെടും. എന്തൊക്കെയാണ്? അതായത് ചില ഏജുകളിലുള്ള ആളുകള്, പിന്നെ ജെൻഡറുകളിലുള്ള ആളുകള്, പിന്നെ പല ലൊക്കേഷനിൽ താമസിക്കുന്ന ആളുകള്, പെയർ ടൈപ്പ് എന്ന് പറഞ്ഞാല് ചികിത്സയ്ക്ക് പണം കൊടുക്കുന്ന വിഭാഗത്തെയാണ് കേട്ടോ പെയർ ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില കണ്ടീഷൻസ്, ചില രോഗാവസ്ഥകളുള്ള പേഷ്യൻസ്, ഇവരെയൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് കണക്കാക്കുക. ഓക്കെ, അപ്പൊ ചില ഏജിലുള്ള, ചില വയസ്സിലുള്ള ആളുകളെയും, ഫോർ എക്സാമ്പിൾ വയസ്സിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് ചില കുട്ടികളെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലെ. കുട്ടികളുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രൊഡക്റ്റുകളില്ലേ? ഏതൊക്കെയാണ്? ബേബി സോപ്പ് ഉണ്ട്, ബേബി ഷാമ്പു ഉണ്ട് അല്ലെ, കുറെ പ്രൊഡക്റ്റുകളില്ലേ? ഉണ്ടല്ലേ? യെസ്. പാമ്പേഴ്സ് ഉണ്ട് അല്ലെ, നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് പരസ്യങ്ങളിൽ. പാമ്പേഴ്സ് ഉണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ് പർട്ടിക്കുലർ ആയിട്ട്. പിന്നെ വുമൺസിന് ഇപ്പൊ നമ്മൾക്കറിയാം, അതായത് വുമൺ ഹോർലിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. അത് സ്ത്രീകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നത് അല്ലെ. അത് ജെൻഡർ അധിഷ്ഠിതമാണ്. പിന്നെ ലൊക്കേഷൻ, പ്ലേസ് അനുസരിച്ച്, പിന്നെ എന്താ പറയാ, ചികിത്സയ്ക്ക് പണം മുടക്കുന്ന വിഭാഗം. ഈ പണം മുടക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ഇൻഷുറൻസ് കമ്പനിയാകാം, അല്ലെങ്കിൽ ആളുകൾ സ്വയം ആകാം, അല്ലെങ്കിൽ സർക്കാർ മുഖേനയാകാം. ഇത്തരത്തിലുള്ളവയാണ് പെയർ ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ചില രോഗാവസ്ഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഷ്യൻസ്, ഇവരൊക്കെയാണ് എന്താ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മൾ ഈ TV വെക്കുമ്പോൾ ചില ചാനൽ വെക്കുന്ന സമയത്ത് പരസ്യങ്ങളായിരിക്കും ഫുള്ള്. ഇത്ര രൂപയ്ക്ക്, 99 രൂപയ്ക്ക് 1 മണിക്കൂറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുന്നു പറഞ്ഞ് പരസ്യം കാണാറുണ്ടോ?
കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലേ? വണ്ണം കുറയ്ക്കാനുള്ള ബെൽറ്റ്, പിന്നെ എന്താണ് ചില ടൈപ്പ് പാത്രങ്ങള്, അയൺ ബോക്സ്, നാപ്കിൻ. അത് തന്നെ നാപ്റ്റോളിലൂടെ പറഞ്ഞു കേട്ടോ, നാപ്റ്റോള്. അപ്പോ ഇതൊക്കെ എന്താണ്, അതിനകത്ത് പല തരത്തിലുള്ള എന്താ പറയാ ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉപകരണങ്ങൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഇപ്പൊ കഴുത്തിന്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെയിറ്റ് കുറയ്ക്കാനുള്ള ബെൽറ്റ്, അല്ലെങ്കിൽ കഴുത്തിനിടുന്ന ബെൽറ്റ്, ഇതൊക്കെയുണ്ട്, കുറേയധികം സാധനങ്ങളുണ്ട്. പിന്നെ എന്താണ് മുട്ടുവേദനയ്ക്കുള്ള ഓയില് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവരിങ്ങനെ ഏത് സമയവും പരസ്യങ്ങളിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെ പരസ്യങ്ങളിൽ വരുമ്പോൾ അവരുടെ ഓഡിയൻസ് ആരാണ്? ഓക്കെ, അതായത് ചിലപ്പോൾ മുതിർന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനുകളുള്ള ആളുകളെ ആവാം അവർ ടാർഗറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ ടാർഗറ്റ് ഓഡിയൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? യെസ്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. If we want to treat young athletes, we might consider giving talks on sports safety and first aid tips to coaches and athletes at the local high schools, colleges and YMCAs. YMCA എന്ന് പറഞ്ഞാൽ Young Men's Christian Association എന്നാണ് കേട്ടോ. അതായത് ക്രിസ്ത്യൻ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അസോസിയേഷൻ. അവരുടെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന, അതൊക്കെ നോക്കുന്ന ഒരു അസോസിയേഷൻ ആണെന്ത്, YMCA എന്ന് പറയുന്നത് കേട്ടോ, യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് എക്സാമ്പിൾ പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സർവീസ് ആണല്ലോ. ഒരു ഹോസ്പിറ്റലിന് യുവ കായിക താരങ്ങളെ ചികിത്സിക്കാനാണ് ലക്ഷ്യമെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അതായത് യങ് ആയിട്ടുള്ള സ്പോർട്സില് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യാനാണ് ആ ഹോസ്പിറ്റൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും, സ്കൂളുകളിലും കോളേജുകളിലും YMC പോലുള്ള സ്ഥാപനങ്ങളിലും സ്പോർട്സിന്റെ സുരക്ഷയെ പറ്റിയും ഫസ്റ്റ് എയ്ഡ് ടിപ്പുകളെ പറ്റിയും സംബന്ധിച്ച ക്ലാസ്സുകൾ നൽകും. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് കേട്ടോ. ഓക്കെ, അതായത് അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ചിലപ്പോൾ ഒരു സർവീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ്, അവരുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ ഇവരുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് സ്പോർട്സിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർക്കാണ് ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ആവശ്യം വരിക, അല്ലെങ്കിൽ ആ സർവീസ് കൂടുതലായിട്ട് ആവശ്യം വരിക. അപ്പൊ അവരെന്ത് ചെയ്യും, സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ YMCA പോലുള്ള സ്ഥാപനങ്ങളിലും സ്പോർട്സിന്റെ സുരക്ഷയെ പറ്റിയും ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ കൂടുതലായിട്ട് എടുക്കുന്നു. അപ്പൊ ആദ്യം മാത്രമേ കേൾക്കുന്ന സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഇത് കൊള്ളാലോ, ഇത് നല്ലതാണല്ലോ, ഇനി എന്തെങ്കിലും സർവീസ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരുടെ അടുക്കൽ തന്നെ പോയാൽ മതിയല്ലോ എന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ടാക്കാനും ഇത്തരത്തിലുള്ള ആളുകൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോ പ്രത്യേക ടാർഗറ്റ് ഓഡിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് വിപണി എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ എക്സാമ്പിൾ പറഞ്ഞത്? യെസ്. നെക്സ്റ്റ് വൺ, ഡിറ്റർമൈൻ എ ബഡ്ജറ്റ്. ഇനി എങ്ങനെയാണ് നമ്മളൊരു ബഡ്ജറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് എങ്ങനെ നമുക്ക് നിർണ്ണയിക്കാം? Examine financial information and come up with a marketing budget. Marketing budget will be different by the type of marketing practice is in, the age of your practice, and if the practice has marketed before, there is no standard for how much a practice should take. Okay. ഇവിടെ പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സാമ്പത്തികപരമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ച് മാർക്കറ്റിനുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. എന്നിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഒരു തുക മാറ്റി വെക്കണം. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് സ്ഥാപനത്തിന്റെ, അതായത് ഒരു സ്ഥാപനത്തിന്റെ മാർക്കറ്റിംഗ് സ്വഭാവം,
പിന്നെ ഏജ്, അതുപോലെ തന്നെ മുമ്പ് മാർക്കറ്റിംഗ് നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും. അപ്പൊ നമ്മള് ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു തുക മാറ്റി വെക്കുന്ന സമയത്ത് ആ തുക അല്ലെങ്കിൽ ആ എമൗണ്ട് കൊണ്ട് കാര്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ വിപണിയിൽ ഇറക്കാനായിട്ട് സാധിക്കുമെന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ മുമ്പ് മാർക്കറ്റിംഗ് നടത്തിയിട്ടുണ്ടോ, അതായത് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇപ്പോ വ്യാപകമായിട്ട് വിപണിയിൽ ഇറക്കുന്നതിന്റെ ഭാഗമായിട്ട് മുമ്പ് എപ്പോഴെങ്കിലും ഇത് വിപണിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ബഡ്ജറ്റ്, അതായത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തുക മാറ്റിവെക്കുന്ന സമയത്ത് ഇതിന് സ്ഥിരമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ല. അതായത് സിറ്റുവേഷൻസ് അനുസരിച്ച് എന്ത് ചെയ്യാം, മാർക്കറ്റിങ്ങില്, അതായത് ബഡ്ജറ്റിന് മാർക്കറ്റിങ്ങില് വ്യത്യാസം വരാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, if the practice is new, we can hope to spend 10% or more of our annual gross income the first year you carry out the plan. അതായത് സ്ഥാപനം പുതുതായി ആരംഭിച്ചതാണെങ്കിൽ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ വർഷത്തിൽ വാർഷിക മൊത്ത വരുമാനത്തിന്റെ 10% അല്ലെങ്കിൽ അതിലധികം മാർക്കറ്റിംഗിന് ചെലവഴിക്കേണ്ടി വരും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് പുതിയൊരു സാധനമാണ് നമ്മൾ വിപണിയിൽ ഇറക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ആദ്യമായിട്ടാണ് ആ കമ്പനി സ്ഥാപിക്കുന്നത്, ആദ്യമായിട്ടാണ് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ആദ്യ വർഷത്തിൽ തന്നെ ആ കമ്പനിയുടെ വാർഷിക വരുമാനത്തിന്റെ 10%-ലധികം എന്ത് ചെയ്യേണ്ടി വരും, മാർക്കറ്റിങ്ങിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 100 രൂപയാണ്. ഓക്കെ, എല്ലാരും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അവരുടെ മുതൽ മുടക്ക്, പിന്നെ സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ട വരുമാനം, മെഷീനറീസ് മേടിക്കേണ്ട എമൗണ്ട്, ഇതൊക്കെ ഈ 100-ലാണ് വരുന്നത്. ആ 100-ൽ 10%-ലധികം എന്നാ പറയുന്നത്. അതായത് 100 രൂപയിൽ 15 തുടങ്ങി 20 രൂപ വരെ മാർക്കറ്റിങ്ങിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ഓക്കെ, ഒരു കമ്പനിയുടെ വാർഷിക വരുമാനം 100 രൂപ, അതിനകത്ത് 20 രൂപ വരെ എന്തിനു മാറ്റിവെക്കേണ്ടി വരും, ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വരും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? എല്ലാരും ഉൾപ്പെടും ഇതിനകത്ത്. ഈ വരുമാനത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. സ്റ്റാഫിന് കൊടുക്കേണ്ട ശമ്പളം ഉൾപ്പെടും, മെഷീനറീസ് ഉൾപ്പെടും, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. അതിനകത്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കും. കാരണം എന്താണ്, ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്റ്റ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ഫീൽഡിൽ നല്ല എമൗണ്ട് ഇറക്കിയാൽ മാത്രമാണ് അവർക്ക് മാർക്കറ്റില് വിജയിച്ചു നിൽക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് മത്സരിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ ആണ്. ആ, പ്രോഫിറ്റ് വേറെയാണ് കേട്ടോ നജുവ, പ്രോഫിറ്റ് വേറെയാ. അവർക്ക് വരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാം പെടും വരുമാനം. പക്ഷെ അതിനകത്ത് നമ്മുടെ ചെലവൊക്കെ വേറെ ആയിരിക്കില്ലേ? ചെലവ് പോകില്ലേ വരുമാനത്തില്? നമുക്കിപ്പോ ഞാൻ പറയാം, എനിക്കിപ്പോ 30,000 രൂപ സാലറി ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ആ 30,000 രൂപയില് ഞാൻ ഇവിടെ വരുന്ന ബസ് ഫെയർ, പിന്നെ അതുപോലെ തന്നെ മറ്റ് ചെലവുകള്, ഇതൊക്കെ പോവില്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് സേവിങ്സ് ആയിട്ട് കിട്ടുന്നത് വളരെ തുച്ഛമായിരിക്കില്ലേ ചില സമയത്ത്? ഓക്കെ, അതാണ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് എന്താ പറയാ, സേവിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് കുറച്ച് മാത്രമാണ്. ഇപ്പൊ 30,000 രൂപ ഉണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 15,000 രൂപയോ മാർക്കറ്റിംഗ് ഫീൽഡിൽ നമ്മൾ ഇറക്കേണ്ടി വരും. പുതുതായിട്ട് ആരംഭിച്ച കമ്പനി ആണെങ്കിൽ മാത്രം. പുതുതായിട്ട് നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ കുറെ അധികം കാര്യങ്ങൾ, അതായത് ഈ സാധനം ആളുകളിലേക്ക് എത്തണമല്ലോ. ആളുകളിലേക്ക് എത്തിയാൽ മാത്രമല്ലേ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയെന്ന് വിചാരിക്കുക.
നമ്മൾ മാർക്കറ്റിംഗ് വിജയകരമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ആളുകളിലേക്ക് എത്തില്ല. അപ്പൊ സാധനം ആരും വാങ്ങില്ല, അല്ലെങ്കിൽ സർവീസ് ആരും കൈപ്പറ്റില്ല. ഹോസ്പിറ്റലിന്റെ സർവീസ് എന്ന് പറയുന്നത് ആളുകളിലേക്ക് എത്തണമെങ്കിൽ ആളുകൾ അത് അറിയില്ല അവിടേക്ക് വരുന്നത്, അല്ലെ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം, എമൗണ്ട് ചെലവഴിക്കണം. എന്നാൽ മാത്രമാണ് മാർക്കറ്റിംഗ് വിജയകരമാകുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെഷൻ ടു സ്റ്റാഫ്. അതായത് നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പേഷ്യൻസിന്റെ സംതൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ സ്റ്റാഫിന് ട്രെയിനിങ് ക്ലാസ് നൽകണം. ഓക്കെ, അതായത് മാർക്കറ്റിന്റെ മറ്റൊരു തന്ത്രമാണെന്ത്, സ്റ്റാഫുകൾക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് നൽകുക. ഇങ്ങനെയുള്ള ട്രെയിനിങ് നൽകുന്നതിലൂടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ്, develop a patient self-scheduling system within the practice website to get rid of the need to telephone the office for an appointment. രോഗികൾക്ക് സ്വയം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയുന്ന ഓൺലൈൻ സംവിധാനം വികസിപ്പിക്കുക. ഓക്കെ, എന്താണ്? രോഗികൾക്ക് സ്വയം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയുന്ന ഓൺലൈൻ സംവിധാനം വികസിപ്പിക്കുക. അതിലൂടെ ഓഫീസിലേക്കുള്ള ഫോൺ വിളികള് കുറഞ്ഞു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതും ഒരു മാർക്കറ്റിംഗ് രീതിയായിട്ട് ഇവിടെ പറയുന്നതാണ്. മൂന്നാമത്തെ പോയിന്റ്, ടേക്ക് ദ റിസപ്ഷൻ റൂം ബെറ്റർ. അതായത് റിസപ്ഷൻ മുറിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഫെസിലിറ്റീസ്, അലങ്കാരങ്ങളും സൗകര്യങ്ങളും ഹോസ്പിറ്റലില് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റില് പറയുന്നത്. നാലാമത്തെ പോയിന്റ്, പ്രൊവൈഡ് നെയിം ടാഗ്സ് ഫോർ സ്റ്റാഫ്. അതായത് സ്റ്റാഫുകൾക്ക് പേരെഴുതിയ ബാഡ്ജ് നൽകുക. ഓക്കെ, ഇത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, call for staff to introduce themselves to each new patient. അതുപോലെ തന്നെ ഓരോ പുതിയ രോഗിയോടും സ്റ്റാഫ് സ്വയം പരിചയപ്പെടുത്തേണ്ട ആവശ്യം നിശ്ചയിക്കുക. അതായത് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ സ്റ്റാഫ് എന്ത് ചെയ്യണം, അവർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. Next, conduct post-encounter telephone interviews with the new patients within 3 days of their appointments. അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞ് 3 ഡേയ്സിനുള്ളിൽ പുതിയ രോഗികളോട് ഫോൺ വഴി അഭിപ്രായം ചോദിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി താഴേക്കുള്ളത് നിങ്ങളൊന്ന് വായിച്ചോളൂ കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? എല്ലാരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ. നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ഭാഗം നാളെ എടുക്കാം കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. മതിയോ? അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കം തൂങ്ങി വീഴും. കുറച്ച് ഭാഗം കൂടിയേ ഉള്ളൂ. ഇനി ഒരു 1 പേജ് ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. പിന്നീട് നമ്മള് മൊഡ്യൂൾ 4 പോകും. ഓക്കെ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സീജക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറഞ്ഞോളൂ. ഒന്നുമില്ല. കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. കുറച്ച് ബോറിംഗ് ആണ്. എന്തായാലും സഹിക്കുക കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞുതരാം. എല്ലാവരും ഒന്നും പഠിക്കണ്ട ഇതിനകത്തുനിന്ന് കേട്ടോ. കുറെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പറയാവേണ്ട. നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ നാളെ പുതിയ ചാപ്റ്റർ എടുത്തു കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ. താങ്ക് യു മിസ്.
താങ്ക് യു. Thank you, ma'am. പിന്നെ കാണാം.